ജനാർദ്ദന കുറുപ്പണം. രുദ്രയാമളം വാശിയോഗം പഞ്ചഭൂതം എന്നുള്ള ഗ്രന്ഥത്തിൽ രണ്ടാമത്തെ രുദ്രയാമളം സിദ്ധകുമാരിയോപചാര്യവിലാസം. കുമാരി ലക്ഷണം. കൗളികത്തിൽ ദിവ്യഭാവം സർവശ്രേഷ്ഠമാണ്. ദേവതകളെ അർച്ചിക്കുക, തേജപുഞ്ച പ്രപൂരിതമാക്കുക, തേജോമയമായ മഹാവിദ്യ ജഗന്മൂർത്തിയുടെ ധ്യാനം ചെയ്യുക, ഓരോ രൂപങ്ങളിൽ തന്മയീഭവിപ്പിച്ച് ഏകാഗ്രമായി പൂജ ചെയ്യണം. എല്ലാ കുലങ്ങളിലും സമ്പന്നമായതും എല്ലാ ജാതികളിലുമുള്ള അനേക ദേശങ്ങളിലെ സദ്ഗുണങ്ങളും ലാസ്യവുമുള്ള സ്ത്രീജാതി മഹാവിദ്യ അറിഞ്ഞാലും 2 വയസ്സ് മുതൽ 8 വയസ്സ് വരെയുള്ള സുന്ദരികളും മനോഹരികളുമായ കന്യകകളെ മന്ത്രം ജപിച്ച് പൂജിക്കണം. ഇതുമൂലം സാധകൻ ദിവ്യഭാവത്തിലായിത്തീരും. മന്ത്രങ്ങളുടെ ഫലങ്ങൾ തൽക്ഷണം തന്നെ ലഭിക്കും. കന്യകളെ പൂജിച്ചും കൂട്ടിയും 2, 3 ബീജങ്ങളുള്ള മന്ത്രങ്ങൾ വേഗം സിദ്ധിയാകും. അവർക്ക് പൂക്കളും ഫലങ്ങളും പഴങ്ങളും നൽകണം. സുഗന്ധവസ്തുക്കളെ പുരട്ടണം. അവർക്കിഷ്ടമുള്ള നൈവേദ്യങ്ങൾ നൽകണം. അവരുടെ ഭാവനകളിൽ വരുന്ന കാര്യങ്ങൾ കേൾക്കണം. സന്തോഷത്തോടുകൂടി മാലകളും കൈകളിലും കഴുത്തിലും ഇടണം. അവരുടെ ബാല്യതയുടെ ചേഷ്ടകൾ കണ്ട് സന്തോഷിക്കാം. അവരുടെ ജാതി, ഇഷ്ടങ്ങൾ, കഥ പറയുന്നത്, കളികൾ, കൗതുകത്തോടെ എല്ലാ യാഥാർത്ഥ്യങ്ങളും പ്രിയമുള്ളതായി കാണുക. എന്നാൽ സാധകൻ സിദ്ധീശ്വരനാകും. കന്യാസമൃദ്ധി ഉണ്ടാക്കുന്നു. എല്ലാ ശത്രുക്കളുടെയും ഉന്മൂലനം ചെയ്യുന്നു. ഹോമം, മന്ത്രാർത്ഥന, നിത്യക്രിയ, കൗളിക സത്ക്രിയ, അനേക വിധത്തിലുള്ള ഫലം നൽകുന്ന മഹാധർമ്മം തുടങ്ങിയവകളിൽ കുമരി പൂജയിൽ പകുതി ഫലമേ കിട്ടുകയുള്ളൂ. വീരഭാവ സാധകൻ കുമാരി പൂജ ചെയ്തുകൊണ്ട് അനേക കോടി ഗുണഫലങ്ങൾ പ്രാപ്തമാക്കുന്നു. കവളമാർഗിയായ വിദ്വാൻ കന്യകയുടെ കൈകളിൽ പൂക്കൾ കൊണ്ട് നിറച്ചാൽ കോടി മേരുദാനം ചെയ്താലുള്ള ഫലം ലഭിക്കുന്നു. അയാൾക്ക് സമസ്ത പുണ്യങ്ങളും ക്ഷണമാത്രം കൊണ്ട് തന്നെ ലഭിക്കുന്നു. കുമാരികൾക്ക് ഭോജനം നൽകിയാൽ സമസ്ത ത്രിലോകങ്ങളും പോറ്റിയതിന് തുല്യമാകും. 1 വയസ്സുള്ള കന്യ സന്ധ്യ, 2 വയസ്സുള്ളവർ സരസ്വതി സ്വരൂപം, 3 വയസ്സുള്ളവർ ത്രിമൂർത്തി, 4 വയസ്സുള്ളവർ കാളിക, 5 വയസ്സുള്ളവർ സൂര്യക സാവിത്രി, 6 വയസ്സുള്ളവർ രോഹിണി, 7 വയസ്സുള്ളവർ മാലിനി, 8 വയസ്സുള്ളവർ കുബ്ജിക, 9 വയസ്സുള്ളവർ കാലദസംധാത്രി, 10 വയസ്സുള്ളവർ അപരാജിത, 12 വയസ്സുള്ളവർ രുദ്രാണി, 12 വയസ്സുള്ളവർ ഭൈരവി, 13 വയസ്സുള്ള മഹാലക്ഷ്മി, 14 വയസ്സുള്ള പീഠനായിക, 15 വയസ്സുള്ള ക്ഷേത്രജ്ഞ, 16 വയസ്സുള്ള അംബികാരൂപികളാകുന്നു. പുഷ്പികളാകുന്നതുവരെ അതത് ദേവീരൂപത്തിലുള്ള പൂജകളാണ് ചെയ്യേണ്ടത്. ഇതേവിധം തന്നെ പ്രതിപദം മുതൽ പൂർണിമ വരെ വൃദ്ധിക്രമത്തിൽ ഇവരുടെ പൂജ ചെയ്യാം. എല്ലാ മഹാപർവകാലത്തും പവിത്രാരോപണ കാലത്തും ശ്രാവണമാസത്തെ തിരുവോണ നക്ഷത്രത്തിൽ മഹാനവമി, അശ്വിന ശുക്ലനവമി എന്നിവയിലും കുമാരികളെ പൂജിക്കണം. 16 വയസ്സിന് ശേഷം കന്യാവ് വിട്ട് യുവതി എന്ന പേരായിത്തീരുന്നു. 16 വയസ്സിന് ശേഷം യുവതീഭാവം പ്രസന്നമായിത്തീരുന്നു, പ്രബലമായിത്തീരുന്നു. അവളെ വളരെ പരിശ്രമിച്ചും സംരക്ഷിക്കുന്നു. രക്ഷ ചെയ്താൽ മാത്രമേ യുവതീഭാവം പ്രകാശിതമാകുള്ളൂ. വസ്ത്രം, അലങ്കാരം, ഭക്ഷണം എല്ലാം നൽകി സംരക്ഷിക്കണം. അല്പഭാഗ്യമുള്ളവൻ പോലും കുമാരി പൂജ ചെയ്ത് ജയമംഗളപ്രാപ്തി നേടും. ദിവ്യവീര പശുഭാവത്തിലിരുന്ന് വിധിപൂർവ്വം കന്യാപൂജ ചെയ്യണം. ദിവ്യഭാവത്തിൽ കന്യാപൂജ സൽക്കർമ്മവും അതിൻ്റെ ഫലം ഉത്തമമായിത്തീരും. രുദ്രായാമളം ഉത്തരാതന്ത്രത്തിൽ മന്ത്രോദ്ദീപനത്തിൽ കുമാരിയോപചാര്യവിലാസം സിദ്ധമന്ത്രപ്പരണം 6ാം പടലം പൂർത്തിയായി. ഇതോടെ ഈ അധ്യായം അവസാനിച്ചു. സാധക ലക്ഷണം ഇനി പിന്നീട് പറയാം. നമഃ ശിവായ.